പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്നുള്ള ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന മുഴുവൻ ദൈവമക്കളെയും ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃപയുടെ അഭിഷേകത്താൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം എന്നീ 3 കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ 40 ദിനങ്ങളിൽ ലോകമെമ്പാടുമുള്ള ജനത്തെ നമ്മൾ ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ഈ പ്രാർത്ഥന യജ്ഞത്തിലൂടെ വലിയ വിടുതലും അനുഗ്രഹങ്ങളും സഭയുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ലോകത്ത് നടക്കുന്ന വിശ്വാസത്യാഗം ഒരുപക്ഷെ ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തമെന്ന പോലെ വരുന്നത് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന വ്യതിചലനങ്ങളായിരിക്കാം. ഇതിനെ എങ്ങനെ നമ്മളിതിനെ അതിജീവിക്കണമെന്ന് ഈ ദിനങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് തരട്ടെ. എല്ലാവരും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ്, ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാനൊന്നേ ഉള്ളൂ. ഇപ്പം ഞാൻ ശുശ്രൂഷ ആരംഭിച്ച ശരിക്കും ഇപ്പോൾ ഒരു 25-26 വർഷം എന്ന് പറയാൻ പറ്റും. സെമിനാരി പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം മുതൽ തന്നെ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് ഞാൻ വന്നു. ഇപ്പം ഈ 25 വർഷങ്ങളിലെ ചരിത്രം നോക്കുമ്പോൾ ഞാൻ ശുശ്രൂഷ മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് അനുഭവിച്ചു ബുദ്ധിക്ക് അതീതമായ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് മനുഷ്യകരമല്ല, ദൈവകരം തന്നെ വന്ന് പ്രവർത്തിക്കുന്ന സംഭവം. അതിലൂടെ എനിക്ക് ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യമുണ്ട്. ഈ തിരുവചനങ്ങൾ, ബൈബിളിലെ തിരുവചനങ്ങൾ 100% സത്യമാണ്. ഈശോ പറയുന്ന ഈശോ ദൈവമാണെന്നും കർത്താവാണെന്നും എന്നുള്ള സത്യം 100% സത്യമാണ്. മരണാനന്തര ജീവിതം സത്യമാണ്. യേശുക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നുള്ളത് 100% അത് സത്യസന്ധമായ വിശ്വാസം. അപ്പം അതിനകത്ത് യാതൊരു കലർപ്പും ഇല്ല. ആ ഒരു വിശ്വാസം ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളും അനുഭവങ്ങളും മാത്രമേ ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയത്ത് വിശ്വാസത്യാഗം എന്നത് പറയുമ്പോൾ ദൈവത്തെ അറിയത്തില്ലാത്ത, സുവിശേഷം എന്തെന്നറിയത്തില്ലാത്ത, രക്ഷാകര പദ്ധതി എന്തെന്നറിയത്തില്ലാത്ത ആളുകളാണ് ഇത്തരം ചിന്തകളും ബോധ്യങ്ങളോട്ട്. മാത്രമല്ല 2 കൊരിന്ത്യർ 4:4 ഒരു വലിയൊരു പൈശാചിക ബന്ധനം ലോകത്തുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം. അവിടെ പറയുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ബുദ്ധിയിൽ അന്ധകാരം. മനുഷ്യൻ വളരുകയല്ല, പക്ഷെ താഴോട്ട് പോരുകയാണ്. ഈ സമയം പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള വലിയ തീരുമാനം നമ്മൾ എടുക്കണം. തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 10, നിങ്ങളുടെ വിശ്വാസം സമൃദ്ധമായി വളരുകയും നിങ്ങൾ ഏവരുടെയും പരസ്പര സ്നേഹം വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിനാൽ സഹോദരരെ, നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ഉചിതമാം വിധം നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. അതിനാൽ നിങ്ങളിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡകളിലും ദുരിതങ്ങളിലും നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്ഥൈര്യത്തെയും വിശ്വാസത്തെയും കുറിച്ച് ദൈവത്തിൻ്റെ സഭകളിൽ വെച്ച് ഞങ്ങൾ തന്നെ അഭിമാനിക്കാറുണ്ട്. ഒരു വചനം കൂടെ, തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്ക 1:5 മുതൽ, ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണ് ഇവയെല്ലാം. കർത്താവായ യേശു തൻ്റെ ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തു നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നതും യാതനകൾക്കിരയായ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം സമാശ്വാസം നൽകുക എന്നതും ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ അവൻ ദൈവരാജ്യത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. കർത്താവ് തൻ്റെ വിശുദ്ധരിൽ മഹത്വപ്പെടുന്നതിനും ഞങ്ങൾ നിങ്ങൾക്ക് നൽകിയ സാക്ഷ്യം മുഖേന വിശ്വാസികളായവരിലൂടെ കീർത്തിക്കപ്പെടുന്നതിനുമായി
ആ ദിവസം അവൻ വരുമ്പോൾ ഇത് സംഭവിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു വചനം, പവർഫുള്ളായ വചനം, 2 തെസ്സലോനിക്ക 1:11 മുതൽ. നമ്മുടെ ദൈവം നിങ്ങളെ തൻ്റെ വിളിക്ക് യോഗ്യരായി പരിഗണിക്കുന്നതിന് നിങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും വിശ്വാസത്തിൻ്റെ പ്രവർത്തികളും തൻ്റെ ശക്തിയാൽ പൂർത്തിയാക്കുന്നതിനുമായി ഞങ്ങൾ സദാ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിൻ്റെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെയും കൃപയ്ക്ക് അനുസൃതം അവൻ്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സമയം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരേണ്ട വചനം ഇതാണ്. അതായത് ഈ ഒരു കാലഘട്ടം, ഈ പ്രതിസന്ധികളുടെ കാലത്ത് നമ്മൾ വിശ്വാസത്തെ ആഴപ്പെടുത്തും. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, തിരുസഭയുടെ ചരിത്രം നമ്മൾ ധ്യാനിക്കുമ്പോൾ ആദ്യത്തെ 3-4 നൂറ്റാണ്ടുകൾ, അതായത് ഈ റോമൻ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടം വരെ, പ്രത്യേകിച്ച് അതായത് 325 AD വരെയുള്ള കാലഘട്ടം നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാം, സഭ പോയത് മുഴുവനും വലിയ സഹനങ്ങൾ നടുവിൽ. യേശുക്രിസ്തുവും ഉത്ഥിതനായ ഈശോയും ഒരു തോന്നലോ ഇല്ലൂഷനോ മനുഷ്യന്റെ ചിന്തയിലും അല്ല ഭയത്തിലും പലതരത്തിലും അവൻ രൂപപ്പെടുത്തിയ ഒരു സംഭവമാണ് ഈശോയുടെ മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, പരിശുദ്ധാത്മ, പെന്തക്കോസ്ത. എങ്കിൽ ഇവരാരും ഇത്രമാത്രം സഹനപീഡാനുഭവങ്ങൾ ഒരിക്കലും എടുക്കില്ല. പലപ്പോഴും ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ള വലിയൊരു ദൈവിക സംഭവമുണ്ട്. ഞാൻ പല പ്രാവശ്യം ഞാൻ പോയിട്ട് ദിവ്യരായ ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ദൈവം എനിക്ക് തന്ന വാതിൽ തുറന്ന മേഖലയാണ് ഈ തുർക്കി ഭാഗം, ടർക്കി. അപ്പോൾ അവിടെയുള്ള പല സ്ഥലങ്ങളും ഞാൻ കർത്താവിനെ കൊണ്ടുപോയിട്ടുണ്ട്. എഫേസോസിലൊക്കെ പോയിട്ടുണ്ട്, പലതവണ പോയിട്ടുണ്ട്, സുവിശേഷം പ്രസംഗിക്കാനും ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കാനും. അതുപോലെ സ്മിർണ എന്ന് പറയുന്ന സഭ, നമുക്കറിയാം, വെളിപാട് പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ കാണുന്ന ആ സംഭവം, ആ സ്ഥലങ്ങളോടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. സഭാ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ അധ്യായങ്ങൾ കിടക്കുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്ന് പറയുന്ന ഇസ്താംബുൾ എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തോടൊക്കെ ദൈവം എന്നെ കൊണ്ടുപോകുക, ഓരോ സംഭവങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് പരിശുദ്ധനാമേ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിൻ്റെ ധൈര്യം തരുന്നൊരു വലിയ സംഭവമാണ് സ്മിർണയിലെ ഞാൻ സ്മിർണ രൂപതയുടെ കത്തീഡ്രൽ പള്ളി നിൽക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവം. അപ്പം അതിൻ്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ സ്മിർണ എന്ന് പറയുന്ന ആ ഒരു രൂപതയുടെ യഥാർത്ഥ സ്ഥാപകൻ എന്ന് പറയുന്നത് വിശുദ്ധ പോളികാർപ്പാണ്. യോഹന്നാൻ്റെ, ബൈബിളിലെ സുവിശേഷകനായ കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായ യോഹന്നാൻ അപ്പോസ്തലൻ്റെ ശിഷ്യനാണ് വിശുദ്ധ പോളികാർപ്പ്. വിശുദ്ധ പോളികാർപ്പ് തൻ്റെ സുവിശേഷ പ്രഘോഷണം അതിശക്തമായി നടത്തുന്ന സ്ഥലമാണ് ഈ സ്മിർണ, എഫേസോസ്, ഈ സ്ഥലങ്ങളെല്ലാം തന്നെ. അപ്പം അങ്ങനെ ഈ സ്മിർണയിൽ സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് ഈ വിശുദ്ധനായ പുണ്യവാനായ ഈ മെത്രാനെ പിടിച്ചുകൊണ്ട് പോകുന്ന ചരിത്രം, ഈ പോളികാർപ്പിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട്, സംഭവമുണ്ട്. അപ്പം എന്നിട്ട് ഇദ്ദേഹത്തെ ഇവർ ചെയ്യുന്നത്, ഇവരെ കൊല്ലാനായിട്ട് കൊണ്ടുപോയിട്ട് തീക്കകത്ത് കൊണ്ടുപോയി, കത്തുന്ന വലിയ ആഴിക്കകത്ത് കൊണ്ട് ഇടുന്നുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ, ഈ അഗ്നിയിലൂടെ മനുഷ്യനെ കൊന്നുകളയാനായിട്ട് പറ്റാതെ വരുമ്പോൾ ഇദ്ദേഹത്തെ പിന്നീട് ഇവരൊരു മാരകായുധം ഉപയോഗിച്ച് കുത്തിക്കീറി ആണ് ഈ വ്യക്തിയെ ബലി കൊടുക്കുന്നത്, അല്ലെ കൊല്ലുന്നത്. അപ്പം ആ സമയത്ത് വിശുദ്ധ പോളികാർപ്പ് പറയുന്നുണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ദൈവ സന്തോഷത്തോടെ ആ മരണത്തെ സ്വാഗതം ചെയ്യുന്നു. കാരണം ഉത്ഥിതനായ ഈശോ എന്നതൊരു തോന്നലല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ എപ്പോഴും മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു ജ്ഞാനവും ബുദ്ധി അറിവും നിറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ ഓരോ വചനങ്ങളിലും. അപ്പം ആ അറിവും വചനം വെറും തോന്നലല്ലത്, അവർക്ക് നല്ല അറിവോടുകൂടി, അനുഭവത്തോടുകൂടി. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹയൊക്കെ പറയുന്നത്, ഈശോയെക്കുറിച്ച്, ഉത്ഥിതനായ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ 1:1, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. ഇതിനെനിക്ക് പറയാൻ പറ്റും. ഓരോ ദിവസങ്ങളിലും സുവിശേഷ ശുശ്രൂഷ മേഖലയിൽ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ഉത്ഥിതനായ ഈശോ, ജീവിക്കുന്ന ദൈവം, ദൈവത്തിൻ്റെ വചനം അതിന്നും സഭയിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് അണുവിട മാറാതിരിക്കണം. അതിപ്പോൾ വിശ്വാസത്തിനെതിരായ പ്രവർത്തനങ്ങൾ, അബോർഷനുകളാകട്ടെ, നരഹത്യകളുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളാകട്ടെ, അല്ലെങ്കിൽ പൈശാചിക പാപത്തിൻ്റെ മേഖലകളാകട്ടെ,
അല്ലെങ്കിൽ മതപീഡന മേഖലകളാട്ടെ, ഇവരെല്ലാം കുഴപ്പം, ഇവരെല്ലാം പ്രശ്നം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അവര് ഏതൊരു അധികാരത്തിലേക്ക് പലരും വരുമ്പോൾ അവരുടെ വിചാരം ഇരിക്കുന്നത് അവർ സർവവുമായി ഇനി അനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല. ചില ചിന്തിക്കും, ബുദ്ധിജീവികൾ ചിന്തിക്കും, പക്ഷേ ദൈവത്തെ അറിഞ്ഞിട്ട് ഇതെല്ലാ കാലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വലിയവനാകാനുള്ള ഈ ഓട്ടം പലപ്പോഴും നിത്യതയെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അജ്ഞതയിൽ നിന്നുണ്ടാകുന്ന ഒരു അപകടമായിട്ട് ഞാൻ ഈ നാളുകൾ പല അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കോവിഡ് കാലം എനിക്കൊരു വലിയൊരു, ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ വലിയ ജ്ഞാനം കിട്ടിയൊരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ദൈവം എനിക്ക് അത് തോന്നലല്ലെന്നേ, നമ്മളും ഇങ്ങനെ ചിന്തിച്ചുണ്ടാക്കുന്നൊരു കോൺസെപ്റ്റ് അല്ലത്, സത്യത്തെ മുഖാഭിമുഖം കാണുന്ന സംഭവം. അതുകൊണ്ട് ഇപ്പോൾ ഈ ലോകത്തിൽ കാണുന്ന വിശ്വാസത്തിന് വിരുദ്ധമായ യുക്തിയുടെ, പണത്തിൻ്റെ കൊഴുപ്പിലൂടെ ഉണ്ടാകുന്ന പഠനങ്ങളും പ്രബോധനങ്ങളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പൈശാചിക ശക്തിയാണത്. സഭയെ ഭിന്നിപ്പിക്കുന്നു, തിരുസഭയുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ദൈവവചനത്തിൻ്റെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, ദൈവമക്കളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, പരിശുദ്ധ കുർബാനയുടെ ബലിപീഠങ്ങളുടെ നാശത്തിന് വേണ്ടി ശ്രമിക്കുന്നു, തിരുസഭയുടെ ശ്ലൈഹിക അധികാരത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എല്ലാത്തിന്മേ അത് മുഴുവൻ പൈശാചിക അരൂപികൾ. അത് തോന്നൽ, വെറുതെ നമ്മളിങ്ങനെ ഒരു തിന്മയ്ക്ക് കൊടുക്കുന്നൊരു ആൾരൂപമല്ല ഞാൻ പറയുന്നത്. അത് ശരിക്കും ലൂസിഫർ സ്പിരിറ്റിൻ്റെ സൈന്യങ്ങളുടെ പ്രവർത്തനമാണിത്. ഇത് ഡെലിവറൻസിൻ്റെ ഗിഫ്റ്റ് പ്രയർ പ്രാർത്ഥിക്കുമ്പോൾ കാണാൻ പറ്റും ഇത്തരം തിന്മയുടെ ശക്തികൾ പല ആളുകളിലും ജീവിതങ്ങളിൽ നിന്നും ഇളകിപ്പോകുന്നത് ഞാനത് വ്യക്തതയോടെ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വചനം ഞാൻ നിങ്ങളോട് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും ഇതൊക്കെ നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. മക്കൈബയുടെ പുസ്തകത്തിൽ മതപീഡനത്തിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ, ഒരമ്മയും 7 മക്കളുടെയും ചരിത്രം പറയുമ്പോൾ അവിടെ പറയുന്നത്, നമ്മൾ പറയും ഇത് നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയേണ്ട സമയമാണിത്. അല്ലാതെ ഇവിടെ വെച്ച് നമ്മൾ ഒരിക്കലും തിന്മയുടെ ശക്തികൾ നമുക്ക് എന്ത് തരാമെന്ന് പറഞ്ഞാൽ, സ്ഥാനമാനാകാം, ജോലിയാകാം, പ്രശസ്തിയാകാം, നമുക്ക് എല്ലാ സഹായങ്ങളും കിട്ടും, അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ വലുത് ഈശോ മാത്രമാണ്. 3 ബാലന്മാരെ എടുത്ത് അഗ്നികുണ്ഡത്തിലേക്ക് എറിയാൻ കാരണം അവർ വിശ്വാസത്തെ മുറുകെ പിടിച്ചു. പക്ഷേ വിശ്വാസം അവരുടെ വിശ്വാസം മൂലം തന്നെ അവരാ അഗ്നികുണ്ഡത്തിൽ നിന്ന് കരകയറി. അതെ, യഥാർത്ഥ ദൈവവിശ്വാസം മുറുകെ പിടിക്കേണ്ട സമയമാണിത്. ഏത് പ്രതികൂല സാഹചര്യം വന്നാലും നമ്മൾ മുന്നോട്ട് പോകണം. ആരെന്തു പറഞ്ഞാലും നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. മരണമുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്, നിത്യജീവിതമുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തികൾക്ക് അനുസരിച്ചുള്ള ജീവിതം, അതിന് യാതൊരു മറ്റുമില്ല. അവിടെ ദൈവം നീതിപൂർവ്വം എല്ലാത്തിനും വിധി കൽപ്പിക്കും, ഉറപ്പാണത്. നന്മ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിലേക്കും തിന്മ ചെയ്യുന്നവൻ നിത്യ അന്ധകാരത്തിലേക്കും പോകുന്ന ഒരു നീതിവിധിയുടെ, ന്യായവിധിയുടെ ദിനങ്ങൾ ലോകത്തിൽ സംഭവിക്കും. ദൈവസിദ്ധാന്തം അത്, ഈ ബൈബിൾ വചനങ്ങൾ അത് എല്ലാം നിറവേറിയ വചനങ്ങൾ ഇഷ്ടം പോലെ. ഇനി നിറവേറാനിരിക്കുന്ന പ്രവചനങ്ങളുണ്ട്. അതും കാലത്തിൻ്റെ പൂർണ്ണതയിൽ അത് സംഭവിക്കുക തന്നെ ചെയ്തിരിക്കും. അതുകൊണ്ട് ഈ സമയത്ത് പ്രിയപ്പെട്ട ദൈവമക്കൾ, ഈ 40 ദിനങ്ങൾ നമുക്ക് സാധിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥന, പരിത്യാഗം, പ്രാശ്ചിത്തം, ഉപവാസം, ത്യാഗപ്രവൃത്തികൾ, ഇവയിലൂടെ എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞു അറിയാതെയും ലോകവും നമ്മളും ചെയ്തു പോകുന്ന പാപക്ക് മാപ്പ് പറയാം. നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും വിശ്വാസവിരുദ്ധമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്ഷമ ചോദിച്ച് ദൈവത്തോട് മാപ്പ് പറയാം. ദൈവത്തിൻ്റെ വലിയ കരുണ, കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ, ഈ വലിയ ആത്മീയ ശുശ്രൂഷയിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ചുകൂടാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ദൈവകരം ഇത് ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ മേലും അനുഗ്രഹമായ കൃപയായി വർഷിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.